ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. അതായത് ഹാർഡ്വെയർ വാലറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹാർഡ്വെയർ വാലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ക്രിപ്റ്റോ കറൻസി സൂക്ഷിക്കാൻ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ചിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഓൺലൈൻ വാലറ്റുകളിൽ സൂക്ഷിക്കാം, പിന്നെ ഇതുപോലുള്ള ഹാർഡ്വെയർ വാലറ്റിൽ സൂക്ഷിക്കാം. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസി സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലേക്ക് നമ്മൾ പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദീർഘകാലത്തേക്ക്, അതായത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആ സമയത്ത് ചിലപ്പോൾ ബാൻ വരാം, അതല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ വരാം. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ ഒന്നും നിങ്ങൾ എന്താ പറയുക കണക്കാക്കുന്നില്ല. ലോങ് ടൈമിലേക്ക് ഒരു 10 വർഷം 20 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറും, അന്ന് എനിക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം, ബാൻ പല കാര്യങ്ങളും ഉണ്ട്. സോ ദീർഘകാലത്തേക്ക് ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്രിപ്റ്റോ കറൻസി സുരക്ഷിതമായിട്ട് വെക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റ്. ഈ ഹാർഡ്വെയർ വാലറ്റ് ഒരുപാടുണ്ട്, പല കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ വാലറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതല്ലാതെ ഓൺലൈനിൽ നമുക്ക് സോഫ്റ്റ്വെയർ വാലറ്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെറ്റാമാസ്ക്, അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് തുടങ്ങി. അപ്പോൾ അതിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓഫ്ലൈൻ വാലറ്റാണ്. കൂടാതെ തന്നെ അതിനേക്കാൾ ഒരുപാട് സെക്യൂരിറ്റി കൂടുതലാണ് ഇതിന്, അതായത് സുരക്ഷിതത്വം കൂടുതൽ ഈ പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റുകളിലാണ് വരുന്നത്. മറ്റത് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ആണ്. ബട്ട് ഈ പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു USB ടൈപ്പാണ്. ഞാനത് കാണിച്ചു തരാം, അതിൻ്റെ വാലറ്റ് പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB, നിങ്ങളൊരു പെൻ ഡ്രൈവിൽ പാട്ട് സിനിമയൊക്കെ കോപ്പി ചെയ്ത് മാറ്റി വെക്കില്ലേ, സുരക്ഷിതമായിട്ട് എവിടെയും വെക്കുന്നു, പിന്നെ ആവശ്യമുള്ള സമയത്ത് അത് കുത്തി തിരിച്ചെടുക്കുന്നു. ആ ഒരു രീതി തന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ഇത് തിരിച്ച് കുത്തി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ഫോട്ടോയൊക്കെ പെൻ ഡ്രൈവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസീനെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഉപകരണമായിട്ട് നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈസാണ്, ഒരു USB ഡിവൈസാണ് വരുന്നത്. അതിൻ്റെ USB കുത്താൻ പറ്റുന്ന ഒരു പോർട്ടും പിന്നെ ഒരു ഡിവൈസും, ഈ ഡിവൈസും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിങ്ങനെ ഒരു നോർമൽ പിന്നുള്ളൊരു ഇത് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്താം, ആ ഒരു രീതിയിലുള്ളൊരു ഡിവൈസ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സ്, അവരുടെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു സീഡ് എഴുതാനുള്ള ഒരു പേപ്പറും. അതായത് നമ്മൾക്ക് ഈ ഡിവൈസിൽ വരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 24 വേഡുകളാണ്. ഈ 24 വേഡുകളെ നമ്മൾ സീഡ് എന്ന് പറയും. അതായത് നമുക്ക് ഇതിലൊരു 24 വേഡ് നമുക്ക് ആയിട്ട് നമ്മൾ ഈ ഡിവൈസ് കുത്തി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ 24 വേഡിലാണ് ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ഡിവൈസിൽ നിങ്ങളുടെ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി കയറ്റി വെച്ചു, പിന്നീട് നിങ്ങൾക്ക് ഈ ഡിവൈസ് കംപ്ലൈൻ്റ് ആയാൽ പോലും മറ്റൊരു ഡിവൈസ് വാങ്ങി ഈ സീഡ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സീഡിനാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാരണവശാലും ഇത് നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യരുത്. ഇതിൽ എഴുതി സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓൺലൈൻ വാലറ്റുകളിൽ കൂടുതൽ ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീഡൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെ സുരക്ഷിതത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സീഡ് 24 വേഡ്സ് ഉണ്ടാവും. ആ വേഡ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള പോയിൻ്റ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഡിവൈസ് നഷ്ടപ്പെട്ടാലും പുതിയൊരു ഡിവൈസ് വാങ്ങി ആ സീഡ് വെച്ച് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസിന് ഒരുപാട് സെക്യൂരിറ്റീസ് അതല്ലാതെ പറയുന്നുണ്ട്. ഈ ഒരു ഡിവൈസിലേക്ക് നിങ്ങൾ ഇതിലേക്ക് ഈ പറഞ്ഞ കോയിൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറച്ച് പ്രൊസീജിയറുണ്ട്. ഇത് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ സ്ക്രീനുണ്ട്. നമുക്ക് ഞാൻ ആ ഡിവൈസ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതിലൊരു ചെറിയ സ്ക്രീനുണ്ട്, അതിൽ കുറേ നമ്പറുകളുണ്ട്. ഇതിങ്ങനെ ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ ഓർഡറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ 1 2 3 4 9 വരെയുള്ള നമ്പറുകളാണ്. ഈ നമ്പറുകൾ ചേഞ്ചായി വരും. അതായത് ആദ്യം ചിലപ്പോൾ 2 മുകളിലാണെങ്കിൽ പിന്നെ ചിലപ്പോൾ 2 താഴെ ആയിരിക്കും, പിന്നെ സൈഡിലായിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ഡിവൈസ് ക്ലിക്ക് ചെയ്യുമ്പോഴും അത് ചേഞ്ചസ് ആയിട്ട് വരും.
ബട്ട് അതിൽ നമുക്കൊരു 4 അക്ക കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു ഡിവൈസും കൂടി ഉണ്ട്. ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നിട്ട് തിരഞ്ഞെടുക്കുക ഏത് വാങ്ങണമെന്ന്. മറ്റൊരു ഡിവൈസും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ നമ്പർ ഉണ്ടാവും. ആ നമ്പർ അനുസരിച്ച് നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ആ പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഈ അടിക്കുന്ന അവിടെ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം എൻ്റർ ചെയ്യുമ്പോൾ ആ പാസ്വേഡ് വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു 4 കോഡാണ്. അപ്പോൾ ഇതിവിടെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യം കുത്തുമ്പോൾ ചേഞ്ച് ആവും. അതനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കമ്പ്യൂട്ടർ റെക്കോർഡ് ഉപയോഗിച്ച് ആർക്കും അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ പിൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്യും. ഈ ഡിവൈസിൽ എന്ത് ചെയ്താലും ഈ ഒരു ഡിവൈസിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരും. ഇപ്പോൾ അവരോട് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഡിവൈസ് ആഡ് ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ആക്സസ് ഹിഡൻ വാലറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസിൽ വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കും. ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കും. സോ നമ്മളതിൽ കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് കാണിക്കും. ജസ്റ്റ് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വാലറ്റിലെ ബാലൻസ് ഷോ ആവുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ള എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ഷോ ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഡാഷ്ബോർഡ് എന്നുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിലെ എമൗണ്ട് അവിടെ കാണുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് എങ്ങനെ നിങ്ങളുടെ കോയിൻസ് കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് സാധാരണ കോയിൻസ് മൂവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ അല്ലാതെ 1000-ന് മുകളിൽ ഈ പറഞ്ഞ ഓൾട്ട് കോയിൻസും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 59 EUR ആണ് വരുന്നത്. EUR എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 80 EUR ആണ് വരുന്നത്. നമ്മുടെ പ്രൈസിലേക്ക് INRലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6714 രൂപയാണ് വരുന്നത്. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ ഇതാണ്. 6714 രൂപ വരുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇത് നാട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെ കസ്റ്റം ഡ്യൂട്ടി ആയിട്ട് ഒരു 4000 രൂപ അടുത്ത് വരും. അങ്ങനെ ഒരു 10,000-ന് മുകളിൽ ഈ ഒരു ഡിവൈസിന് ചാർജ് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് 4000-ന് താഴെ ഈ ഡിവൈസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡിവൈസിന് ഇന്ത്യയിൽ ഷിപ്പിംഗ് ഇല്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു ട്രസറിൻ്റെ മോഡൽ ഈ പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റ് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മറ്റൊരു ഹാർഡ്വെയർ വാലറ്റാണ് SafePal S1 എന്ന് പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ വാലറ്റാണ്. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സൈസ് മാത്രമേ ഉള്ളത്. ജസ്റ്റ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $49 ആണ്. അതായത് 3803 രൂപ ഇന്ത്യൻ രൂപയിൽ വരുന്നുള്ളൂ. സോ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് കയ്യിലുള്ളത് എന്തുകൊണ്ടും ഇന്ത്യ പോലൊരു രാജ്യത്ത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്രിപ്റ്റോയിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെർത്താണെന്ന് തന്നെ ഞാൻ പറയുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.